ഇനി നമ്മളെങ്ങനെയാണ് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കാം. നമ്മൾ ആദ്യത്തെ നോക്കാം. നമുക്കിപ്പോൾ കാറ്റഗറി പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. നമുക്ക് ഡേ ബുക്കിനകത്ത് ആവശ്യമുള്ള പല കാറ്റഗറി. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി അത് വെറുതെ ഒരു കാറ്റഗറിയാണ്. നമുക്ക് കാറ്റഗറി വിത്ത് അഡ്വർടൈസ്മെൻറ്റ് അടുത്തൊരു കാറ്റഗറി ആഡ് ചെയ്യുക. ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആഡ് ആവും. ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഏതെങ്കിലും പ്രോഡക്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാറ്റ ആയിട്ട് ആ ലൈനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മുകളിൽ ഫോക്കസ് വരുമ്പോൾ ഡാറ്റ ആയിട്ട് അത് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് നമുക്ക് വരുന്ന വരവ് ചിലവിൻ്റെ കാര്യത്തിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ മാസ്റ്റർ വന്നിട്ട് പേയ്മെൻറ്റ് മാസ്റ്ററാണ്. നമുക്ക് ക്യാഷ്, ഗൂഗിൾ പേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് വേണ്ടിയിട്ടുള്ളത് ആഡ് ചെയ്യാം, ഇല്ലാത്തത് കളയാം. ഓൾറെഡി നമ്മൾ കാറ്റഗറി നോക്കി. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മാസ്റ്റർ വരുന്നത് മെമ്പറിനെ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ മെയിൻ സ്ക്രീനിൽ നമുക്ക് നെയിം ഓഫ് ദ കസ്റ്റമറിനെ അവിടെ മെമ്പറിനെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കിം എന്ന് പറഞ്ഞിരിക്കുന്നൊരു ആളെ ആഡ് ചെയ്തു, അവരുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിട്ടി, മെമ്പർഷിപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. പിന്നെ ടോക്കൺ നമുക്ക് ആദ്യമേ നമ്മൾ 12 അടിച്ചു, 2500 ടോക്കണാണ്, എൻ്റർ അടിച്ചു. പിന്നെ അടുത്ത ഒരു 89 അടിച്ചു, പിന്നെയും അടിച്ചു. പിന്നെ ഒരു 67 അടിച്ചു, പിന്നെ ഒരു 34 അടിച്ചു. വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടോക്കൻ്റെ അവിടെ അടിച്ചിട്ട് എമൗണ്ട് അവിടെ അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആഡ് ആവും. വേണ്ടാന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. അതിൻ്റെ ടോട്ടൽ നമുക്കിവിടെ എമൗണ്ടിൻ്റെ അവിടെ അറിയുന്നുണ്ട്. അവസാനം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് അപ്ഡേറ്റ് ആയി കണ്ടില്ലേ. അപ്പോൾ ഓരോരുത്തർ എത്ര ടോക്കൺ എടുത്തിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ ക്രിയേഷൻ ചെയ്യുന്നത്. അടുത്താണ് നമുക്ക് റെസിപ്റ്റ്. നമ്മൾ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ റെസിപ്റ്റ് എങ്ങനെ നമുക്ക് അടിക്കാൻ നോക്കാം. നമ്മൾ ആദ്യമേ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഈ അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. മുകളിൽ നമുക്ക് പേര് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ പേര് വെച്ച് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മൊബൈൽ നമ്പർ അടിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുടെ മൊബൈൽ നമ്പർ ഇവിടെ വരും. ബിൽ നമ്പർ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ കറണ്ടായിട്ടുള്ള ബിൽ നമ്പർ ഓട്ടോമാറ്റിക് ബില്ലിംഗ് സിസ്റ്റമാണ് വരും. അയാൾ എടുത്തിരിക്കുന്ന ചിട്ടി മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന എമൗണ്ട് ഇവിടെ വരും. ആ എമൗണ്ട് ഇപ്പോൾ 7500 ആണ്. നമ്മളിപ്പോൾ ഒരു 1000 രൂപ അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം. 1000 രൂപ അടിച്ചു, ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു. ക്യാഷാണ് ഗൂഗിൾ പേ കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. അപ്പോൾ നിലവിൽ 7500 1000 കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റെസിപ്റ്റ് ഇവിടെ വരും. ഓക്കെ, പിന്നെ അതേസമയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. ടോട്ടൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും ടോട്ടൽ എത്ര ചിട്ടിയുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് എത്ര പൈസ അടച്ചു, ബാക്കി എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ അറിയാനായിട്ട് പറ്റും. ഒരിക്കൽ കൂടെ കാണിക്കാം. നമ്മൾ കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്നു, ആദ്യമേ ക്ലിയർ ചെയ്യുന്നു. ബിൽ നമ്പർ മാറുമ്പോൾ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്തു, എമൗണ്ട് അടിക്കുന്നു, ടാബ് അടിച്ചു, ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നു, ക്യാഷ് അല്ലെങ്കിൽ ഗൂഗിൾ പേ സേവ്, എന്നിട്ട് പ്രിൻ്റ് കൊടുക്കും. ഉണ്ട് ഏതെങ്കിലും ഒന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ആയിട്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ആയിട്ട് അവിടെ നിന്ന് പോവുക ചെയ്യും. അപ്പോൾ നമ്മളിവിടെ അടിക്കുന്നതായിട്ടുള്ള എല്ലാ ഡേറ്റ അഥവാ നമ്മുടെ ക്യാഷ് ഡാറ്റയുടെ ഡേ ബുക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന യൂട്ടിലിറ്റിക്കകത്ത് പോകുന്നുണ്ട്. കണ്ട, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ എമൗണ്ട് ഇവിടെ അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡേ ബുക്കിൻ്റെ അകത്ത് നമുക്ക് ഫണ്ടിന് എത്ര ക്യാഷ് ഉണ്ടെന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. കറക്റ്റായിട്ട് അത് ആരുടെ പേരിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ അറിയാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ റെസിപ്റ്റ് അടിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഡെയിലി ട്രാൻസാക്ഷനാണ്. നമുക്ക് ഡെയിലി വന്നിരിക്കുന്ന ക്യാഷ് കളക്ഷൻ എത്രയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന് ഡേ ബുക്കിൻ്റെ അകത്ത് പോയിട്ട് നോക്കാം. ഇല്ലെങ്കിൽ ക്യാഷ് കളക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻ ഇവിടെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സ് ഓരോ ഡേറ്റിന് ഓരോ ട്രാൻസാക്ഷൻ ഐ ഡിക്ക് എത്ര അവരുടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, എത്ര എമൗണ്ട് തന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം. നമുക്ക് പേര് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇനി നമുക്ക് മൊബൈൽ വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇനി നമുക്ക് പേയ്മെൻറ്റ് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ, എല്ലാം കാണണമെങ്കിൽ ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വരും. ഇനി അതല്ലാതെ ഡേ ബുക്കിനകത്ത് പോയിട്ട് നമ്മൾ ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും കാണാനായിട്ട് പറ്റും. നമ്മുടെ ചിട്ടിക്കകത്ത് വന്നിരിക്കുന്ന ട്രാൻസാക്ഷനും ഇവിടെ കാണാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമ്മൾ മെമ്പേഴ്സ് എങ്ങനെ വ്യൂ ചെയ്യുക എന്നുള്ളതാക്കണം. നമ്മുടെ മെയിൻ സ്ക്രീനിൻ്റെ അകത്ത് നമുക്കിങ്ങനെ മെമ്പേഴ്സ് വ്യൂവർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലിസ്റ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മളിതുവരെയുള്ള എല്ലാ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ മെമ്പേഴ്സ് എടുത്തിരിക്കുന്ന എല്ലാ ടോക്കണും അതിൻ്റെ എമൗണ്ട് നമുക്കിവിടെ അറിയാനായിട്ട് പറ്റും. നമുക്കവിടെ ഓരോ പ്രാവശ്യം നമ്മൾ റെസിപ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഫില്ലായി വരും. അടുത്താണ് നമുക്ക് ചിട്ടി എങ്ങനെ വിളിക്കാം എന്നുള്ളത്. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അടിച്ചിരിക്കുന്ന 2 കസ്റ്റമേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ ചിട്ടി വിളിക്കുന്നതിൻ്റെ അവിടെ നമുക്ക് മൊബൈൽ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഏത് ടോക്കൺ നമ്പറിനാണ് അവർ ചിട്ടി വിളിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് എമൗണ്ട് വന്നിട്ട് 900 റുപ്പീസ് ആണെന്നുള്ളതിന് ഡയറക്റ്റായിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ ചിട്ടിയുടെ തുക ഇവിടെ വന്നു. അതേസമയം തന്നെ ഡേ ബുക്കിൻ്റെ അകത്തൊരു എൻട്രി വന്നിട്ടുണ്ടാവും. അത് എക്സ്പെൻസസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ചിട്ടി ഫണ്ടിൻ്റെ അകത്തുനിന്ന് 900 രൂപയാണ് പോയിരിക്കുന്നത്. കാരണം നമ്മൾ ഒരാൾക്ക് ചിട്ടി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ്. അപ്പോൾ അവരുടെ അക്കൗണ്ടിനകത്ത് ഡാറ്റയായിട്ട് അത് കയറി വരും. ഒരിക്കൽ കൂടെ കാണിക്കാം. ചിട്ടി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ടോക്കൺ നമ്പർ കൊടുത്തു, ഡയറക്റ്റായിട്ട് എമൗണ്ട് ഒരു 8000 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് ഡേ ബുക്കിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ 8000 എന്ന് പറഞ്ഞിരിക്കുന്ന എൻട്രി എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചിട്ടി വിളിക്കുന്നത്.
അടുത്തായിട്ട് നമ്മൾ നോക്കുന്നതാണ് നമുക്ക് ക്യാഷ് ബുക്ക്. നമ്മുടെ റിസിപ്റ്റിനകത്ത് അടിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അവിടെ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും നമുക്കിവിടെ ഇൻകമായിട്ട് കയറി വരുമ്പോൾ നമ്മൾ ചിട്ടി വിളിക്കുന്ന എല്ലാ എക്സ്പെൻസ് ആയിട്ടാണ് കയറി വരുന്നത്. ഇവിടെ നമുക്ക് കാറ്റഗറി വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമറിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ നമ്മുടെ ചിട്ടിക്ക് വരുന്നതായിട്ടുള്ള ചിലവുകൾ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ ചിലവുകൾ ഏതെങ്കിലും ഒരു ഇത് കസ്റ്റമറിൻ്റെ പേര് വെച്ചിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലവുകളും ഇതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ചിലവുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ഏതാണ്, ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലവിൻ്റെ അകത്തുനിന്ന് വരവിൻ്റെ അകത്തുനിന്ന് ചിലവ് കഴിച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ക്യാഷ് ഗൂഗിൾ പേ ഉള്ള സോർട്ടിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യാം, കസ്റ്റമർ വെച്ച് മെമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, കാറ്റഗറി വെച്ച് സെർച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്.